क्योंकि आपके पास है മോദിയുടെ ഗ്യാരണ്ടി. തൃശൂരിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറക്കിയ മോദിയുടെ ഗ്യാരണ്ടി പുതിയതല്ല. ബിജെപി വിജയിച്ച രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രയോഗിച്ച മുദ്രാവാക്യമാണ് മലയാളത്തിലാക്കി കേരളത്തിൽ പ്രയോഗിച്ചത്. തെരഞ്ഞെടുപ്പുകളിൽ അജണ്ട വയ്ക്കാൻ കഴിയാത്ത കേരള ബിജെപിക്ക് മോദിയുടെ ഗ്യാരണ്ടിയിലൂടെ ഇത്തവണ സാധിച്ചെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മോദിയുടെ വികസനത്തെ എതിർത്തും അനുകൂലിച്ചും ചർച്ചയാക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ തന്ത്രമാണിത്. നാഷണൽ ലെവൽ തന്നെയുള്ള ഒരു ടാഗ് ലൈനാണത്, മോദിയുടെ ഗ്യാരണ്ടി. ഞങ്ങൾ മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഞങ്ങൾ വെച്ചതാണ്. മോദിയുടെ ഗ്യാരണ്ടിയെ പരിഹസിച്ച് LDFും UDFും രംഗത്തിറങ്ങിയതിനാൽ അജണ്ടയിൽ കൊത്തിയെന്നാണ് BJP വിലയിരുത്തുന്നത്. ഇതിലൂടെ മോദി സർക്കാർ എന്ത് ചെയ്തു എന്ന എതിരാളികളുടെ ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉന്നയിക്കാമെന്ന് കണക്കുകൂട്ടുന്നു. വന്ദേഭാരതും റെയിൽവേ സ്റ്റേഷൻ, ദേശീയപാത വികസനങ്ങൾ ചർച്ചയാക്കാനുള്ള അവസരമായി കാണുകയാണ്. ഇതോടൊപ്പം അയോധ്യ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിനുള്ള അങ്കലാപ്പും BJP ആയുധമാക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ കേരളത്തിൽ ഉണ്ടാവുമോ? എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സെൻറ്റിമെൻസിനെ കോൺഗ്രസ് ഇവിടെ മാത്രം അവഗണിക്കുന്നത്? മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടിട്ടാണോ? അതല്ല നിരോധിത സംഘടനയായിട്ടുള്ള PFIയുടെ വിലക്ക് കാരണമാണോ? രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ശുചീകരിച്ചും വീടുകളിൽ രാമജ്യോതി തെളിയിച്ചും കോൺഗ്രസിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുകയാണ് ലക്ഷ്യം. കോൺഗ്രസിന് ലഭിക്കുന്ന വോട്ട് പിടിക്കാനുള്ള പുതിയ നീക്കം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.